ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അയല മുളകിട്ടിട്ടുള്ള കറിയാണ്. അതിനായിട്ട് ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അരിച്ച് മാറ്റി വെക്കണം. അടുത്തതായിട്ട് ചെറിയൊരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം സാദാ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ച് അതൊരു പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാൻ നോക്കുക. നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ മിക്സിയുടെ ജാർ ഉപയോഗിച്ച് ഇതുപോലെ പേസ്റ്റ് ആക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബൗൾ എടുത്തതിന് ശേഷം ഈ പൗഡേഴ്സ് എല്ലാം ഇട്ട് വെള്ളം ഒഴിച്ചൊഴിച്ച് കൊടുത്ത് ഒരു ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇത് മാറ്റി റെഡിയാക്കി വെക്കാൻ വേണ്ടിയിട്ട്. അടുത്തതായിട്ട് 15 ചെറിയുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അത് 2ആയി കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഉലുവ ആവശ്യമാണ്. നമുക്ക് കടുക് വേണം. 4 പച്ചമുളക് നടുവേ കീറി വെച്ചിട്ടുണ്ട്. 4-5 വറ്റൽമുളക്, 6 അല്ലി വെളുത്തുള്ളി ഞാൻ 2ആയി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നീളനെ കട്ട് ചെയ്യുക. പിന്നെ അതുപോലെ 1/2 കഷ്ണോളം ഇഞ്ചി നീളനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 മീഡിയം സൈസ് പഴുത്ത തക്കാളിയാണ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഇന്നത്തെ സ്റ്റാർ, അതാണ് അയല. അയല ഓൾമോസ്റ്റ് 1/2 കിലോളം ഉണ്ട്, കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ സ്റ്റൗ ഓൺ ആക്കിയതിന് ശേഷം നമ്മുടെ മീൻചട്ടി വയ്ക്കുക. മീൻചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് കടുകും ഉലുവയും കൂടി ഇടാം. ഈ കടുകും ഉലുവയും ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് വറ്റൽമുളക്, കറി ലീവ്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം നല്ല രീതിയിൽ പൊട്ടണം. ഇപ്പോൾ കടുകും ഇതൊക്കെ പൊട്ടി. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുക. നല്ല രീതിയിലൊന്ന് ഇളക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ 15 ചെറിയുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. ഈ ചെറിയുള്ളി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ ഉള്ളി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് തിന്നായി കട്ട് ചെയ്തതിന് ശേഷം അത് യൂസ് ചെയ്യാം. പക്ഷേ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് എപ്പോഴും കറിക്ക് തരിക ചെറിയുള്ളി ആയിരിക്കും. അപ്പോൾ മാക്സിമം ചെറിയുള്ളി എടുക്കാൻ തന്നെ ട്രൈ ചെയ്യാം. ഇനി ചെറിയുള്ളി എല്ലാം നല്ല രീതിയിലൊന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1.5 ടീസ്പൂണോളം ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് നല്ല രീതിയിലൊന്ന് വഴണ്ട് വരണം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് നമ്മൾ 2 പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ ഈ ഉള്ളി ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കുക. നല്ല രീതിയിൽ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. അതുവരെ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. ഏകദേശം ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി തുടങ്ങി. ഇനി നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ 2 തക്കാളി നമ്മൾ ഇട്ട് കൊടുക്കണം. ഇനി ഈ തക്കാളിയൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട്, വെന്ത് വരാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി നമുക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു പാത്രം ഉപയോഗിച്ച് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ തക്കാളിയൊക്കെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂൺ കൊണ്ട് ആ തക്കാളിയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ പുളിവെള്ളം നിങ്ങൾ ശ്രദ്ധിക്കണം. പുളി കൂടിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങൾ പുളി നോക്കി കറക്റ്റായിട്ട് വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് നല്ല രീതിയിൽ തിളച്ചിട്ടുള്ള 2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നത്. അപ്പോൾ വെള്ളം നന്നായി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് നല്ല രീതിയിൽ തിളയ്ക്കണം. അപ്പോൾ മീനില്ലാത്ത മീൻകറി നല്ല രീതിയിൽ തിളപ്പിക്കുക. തിളച്ച് വരുമ്പോഴേക്കും
നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ അയല ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല രീതിയിൽ ഇത് ഒരു ഓൾമോസ്റ്റ് ഒരു 15-20 മിനിറ്റോളം നമുക്ക് ഈ മീൻ നമുക്ക് വേവിക്കണം. എപ്പോഴും മരത്തിൻ്റെ സ്പൂൺ യൂസ് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യുക, മീൻ പൊട്ടിപ്പോയില്ല. ഇനി നമുക്കൊരു പാത്രം ഉപയോഗിച്ച് നമുക്കൊന്ന് കവർ ചെയ്ത് വെക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ മീൻകറി എല്ലാം നല്ല രീതിയിൽ വെന്ത് കഴിഞ്ഞു. നല്ല മണവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ടൈമിൽ നിങ്ങൾക്ക് ഉപ്പും പുളിയൊക്കെ നോക്കാം കറക്റ്റാണോ എന്ന്. നമ്മുടെ മുളക് ഇട്ടിട്ടുള്ള മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് ലാസ്റ്റായിട്ട് ഒരു തണ്ട് കറിവേപ്പില നമുക്കിതിലേക്ക് ഇടാം. അതുപോലെ തന്നെ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള 2 കഷ്ണം മുളക്, പച്ചമുളകും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഈ പച്ചമുളക് കുറച്ചുകൂടി നമ്മുടെ കറിക്ക് കുറച്ചൊരു ടേസ്റ്റ് തരും, കൂടുതൽ ടേസ്റ്റ് തരും. അപ്പോൾ നമ്മുടെ മുളക് ഇട്ടിട്ടുള്ള അയലക്കറി റെഡിയായി. സ്റ്റൗ ഓഫ് ചെയ്യാണ്. ഇനി ലാസ്റ്റായിട്ട് പച്ച വെളിച്ചെണ്ണ നമ്മളിതിലേക്ക് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് ഉറ്റിച്ചു കൊടുക്കുക. അത് നമ്മുടെ മീൻകറിക്ക് കുറച്ചൊരു ടേസ്റ്റ് തരും. ഈ മീൻകറി അപ്പം ഉണ്ടാക്കി കഴിക്കണതല്ല ടേസ്റ്റ്, നമ്മൾ രാവിലെ ഉണ്ടാക്കി രാത്രിയൊക്കെ ആകുമ്പോഴേക്കാണ് ഈ മീനിലൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റായിട്ടുള്ള കറി ആവുക. അപ്പോൾ എല്ലാവരും എൻ്റെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.